وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ولقد كرمنا بني آدم وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക രക്ഷകനായ ജഗന്നിയന്താവായ പരമദയാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, അഥവാ വസിയ്യത്ത് ചെയ്യണം. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പവിത്രമായ മാസത്തിലെ ഏറെ പവിത്രമായ ദിനങ്ങളിലൂടെയാണ് വിശ്വാസികളായ നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഹജ്ജ് കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാൻ കാത്തു നിൽക്കുകയാണ്. ഹജ്ജിന് അവസരം ലഭിക്കാത്ത വിശ്വാസികളായ ആളുകൾ ബലിപെരുന്നാൾ ആഘോഷിക്കുവാനും ബലിയറക്കുവാനുമുള്ള തയ്യാറെടുപ്പിലും കാത്തിരിപ്പിലുമാണ്. ഈ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിർവഹിച്ച ഹജ്ജും പ്രവാചകൻ ആ ഹജ്ജിൽ നടത്തിയ പ്രസംഗവും നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട്. ഹിജ്റ 10ാമത്തെ വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിലെ അവസാനത്തെയും ആദ്യത്തെയും ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി മക്കത്തെത്തിയത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് നിർവഹിക്കുന്നത് എങ്ങനെയെന്ന് തന്റെ കൂടെയുള്ള സഹാബ കിറാമിന് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു കാണിക്കുകയും ചെയ്തു. ഖുദൂ അന്നി മനാസികക്കും, ഹജ്ജിന്റെ കർമ്മങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നിൽ നിന്നാണ്. ഞാൻ ചെയ്തതുപോലെയാണ് ഹജ്ജ് ചെയ്യേണ്ടത്. നമുക്കറിയാം, ദുൽഹിജ്ജ 8 മിനയിൽ ഹാജിമാരെല്ലാവരും എത്തും. ഈ മിനയിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം, ഹജ്ജ് നിർവഹിച്ച ആളുകൾക്ക് അത് പറയുമ്പോ അവരുടെ മനസ്സിലേക്ക് വരും ആ ടെന്റിൽ കഴിഞ്ഞുകൂടുന്ന കാലം. ദിക്റുകളും ദുആകളും ഒക്കെ ആയി നിർവഹിച്ച് മിനയിൽ നിന്ന് നമ്മൾ ദുൽഹിജ്ജ 9 സുബഹി നമസ്കാരം കഴിഞ്ഞ് നമ്മൾ അറഫയിലേക്ക് നീങ്ങും. ദുൽഹിജ്ജ 9
ദുൽഹിജ്ജ് 9 രാവിലെ അറഫയിലെത്തി. അവിടെയും ളുഹറും അസ്റും ഒക്കെ ജമ്മും കസറുമായി നമസ്കരിച്ച് പ്രാർത്ഥന നിർവഹിച്ച് അവിടെ നിന്ന് നമ്മള് രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് മഗ്രിബും ഇശാവും നമ്മൾ മുസ്ദലിഫയിലേക്ക് വന്നുകൊണ്ട് അവിടെ നിർവഹിച്ച് അവിടെ രാപ്പാർത്ത് ദുൽഹിജ്ജ് 10 നമ്മള് ജംറത്തുൽ അഖബയിലും മറ്റു 3 ദിവസങ്ങളിൽ 11, 12, 13 ദിവസങ്ങളിൽ മറ്റു അഖബകളിലും അറിഞ്ഞുകൊണ്ട് ഹജ്ജ് അങ്ങനെ തീർക്കും. അതിന്റെ കർമ്മങ്ങൾ വളരെ ലളിതമാണ്. ഞാൻ പറഞ്ഞു വന്നത് ആ ഹജ്ജിലുടനീളം ഒരു ഹാജിയെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് തന്നെയാണ് അറഫ പ്രസംഗത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാലോകരെ കേൾപ്പിച്ചതും. നോക്കൂ, ദുൽഹജ്ജ് 9 അറഫയിൽ നിൽക്കുന്ന ഹാജി അവിടെ ഒരു പ്രത്യേകമായ ഒരു ആരാധനാ കർമ്മം നിർവഹിക്കുന്നില്ല. അവിടെ പ്രത്യേകമായ ഒരു പ്രാർത്ഥനയില്ല. ഒരു പ്രാർത്ഥന അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതാണ് ഈ ഹജ്ജിന്റെ മർമ്മം. ഇവിടെ നിന്ന് ഹജ്ജിന് പോകുന്ന ഒരു മനുഷ്യൻ ഒരു പക്ഷേ പല ആളുകളും വന്ന് പലരിലൂടെയും അവരുടെ ഹക്കും ജാഹും ബർക്കത്തും ഒക്കെ കിട്ടണം എന്നാഗ്രഹിച്ചുകൊണ്ട് അവരെയൊക്കെ അവരുടെ ഹദറത്തിലേക്ക് എല്ലാം പറഞ്ഞ് അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് തന്നെ ചില ആളുകൾ പല മക്കാമുകളിലൂടെയും പല ദർഗകളിലൂടെയും പോയി ഞങ്ങളുടെ ഈ ഹജ്ജ് മഖബൂലും മബ്റൂറുമാകാൻ അവരുടെ ഹക്കും ജാഹും ബർക്കത്തും ഒക്കെ കിട്ടണമെന്ന് ആഗ്രഹിച്ച് മക്കയിലെത്തിയ ആളുകളുണ്ടാവും. അങ്ങനെ പല നിലക്കും എത്തിയ ആളുകളുണ്ടാവും. അവർക്കൊക്കെ അറഫ ദിനത്തിന്റെ അന്ന് ഒരു അറിവാണ്. എന്താ അറഫ എന്ന് പറഞ്ഞാൽ? അറഫ എന്ന അറബി വാക്കിന്റെ അർത്ഥം തന്നെ തിരിച്ചറിവാണ്. അവിടെ നിന്ന് അവർക്കൊക്കെ ബോധ്യാവും എന്ത്? ബർക്കത്തും മിൻ ഇൻദില്ലാ. എല്ലാവരും കൈയുയർത്തുന്നത് നാഥനിലേക്ക്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക എന്ന് പറയുമ്പോ ആ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങളിതാ വന്നിരിക്കുന്നു എന്ന് ഓരോ ഹാജിയും പറയുമ്പോ ആ ഹാജിയതാ അവന്റെ കൈകൾ ഉയർത്തിക്കൊണ്ട് പറയുന്നു, അള്ളാഹുവേ നീയല്ലാതെ ഒരു ആരാധ്യനില്ല. ആ റബ്ബിലേക്ക് അവന്റെ കരങ്ങൾ ഉയരുകയാണ്. അവന്റെ ജീവിതത്തിലെ സകലമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആ പടച്ച തമ്പുരാന്റെ മുമ്പിൽ വെക്കുകയാണ്. അവന്റെ ആഗ്രഹങ്ങൾ റബ്ബിനോട് ചോദിക്കുകയാണ്. റബ്ബേ നീയാണ് അതെല്ലാം പൂർത്തീകരിച്ചു തരാൻ കഴിവുള്ളവൻ നീയാണെന്ന ബോധ്യം ആ ഹാജിക്ക് ഉണ്ടായിരുന്നു. അവിടെ മക്കയിലുള്ള കില്ല അതിന്റെ ഏതെങ്കിലും കല്ലിനെ പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തെ പിടിച്ചുകൊണ്ടോ ഒന്നുമില്ല. നേരെ അള്ളാഹുവിനോടാണ് പ്രാർത്ഥന. അപ്പൊ ഒരിടയാളനില്ലാത്ത വണ്ണം അള്ളാഹുവിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനകൾ തിരിച്ചുവിടണം എന്ന് ഹാജിയെ ബോധ്യപ്പെടുത്തും അതിന്റെ എല്ലാ സന്ദർഭത്തിലും. അപ്പൊ ഹജ്ജ് കഴിഞ്ഞ് വരുന്ന ആൾക്ക് ബോധ്യമാകും, ഇനി എന്റെ ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും എനിക്ക് ചോദിക്കാൻ ഒരു നാഥനുണ്ട്. ഹാജിക്ക് പൂർണ്ണമായിട്ട് ബോധ്യം, ഇനി ഞാൻ എന്റെ പ്രയാസങ്ങൾ ഇറക്കി വെക്കേണ്ടത്, എന്റെ വിഷമങ്ങൾ ഇറക്കി വെക്കേണ്ടത്, എനിക്ക് സന്തോഷമുണ്ടാകുമ്പോൾ നന്ദി പ്രകടിപ്പിക്കേണ്ടത് എന്നെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിന്റെ മുമ്പിലാണ്, ആ റബ്ബിനോടാണ് എന്ന ബോധ്യം അയാൾക്കുണ്ടാവും. അതാണ് ഹജ്ജത്തുൽ വിദായിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അറഫ പ്രസംഗത്തിൽ ഉടനീളം കേൾപ്പിച്ചതാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അറഫയിൽ നടന്ന പ്രസംഗത്തിന്റെ ഏതാനും ചില കാര്യങ്ങൾ നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ ഇന്നത്തെ കാലഘട്ടത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ട, എക്കാലഘട്ടത്തിലും മാനവ കുലത്തിന് അത്രയേറെ മാനവികമായ സന്ദേശം നൽകുന്ന ഒരു പ്രഭാഷണം വേറല്ല. പ്രവാചകന്റെ ഹജ്ജിൽ പ്രവാചകൻ നിർവഹിച്ച ആ ഹജ്ജത്തുൽ വിദാഇന്റെ പ്രസംഗം, അതില് ഒന്ന് നമ്മളൊക്കെ ബോധ്യപ്പെടുത്തുന്ന രണ്ടാമത്തെ സംഗതി, നമ്മളൊക്കെ എല്ലാവരും മരിക്കും എന്നതാണ്. ഇത് നമ്മൾ എപ്പോഴും പറയേണ്ട ഒന്നല്ല. എന്നാൽ ചിലപ്പോ മറവി ഉണ്ടാകും.
ദുനിയാവിന്റെ പളവളപ്പ് കാണുമ്പോ മനുഷ്യ നീ മറന്നുപോകും, ഇവിടുന്ന് വിട്ടുപോകേണ്ടവനാണ് എന്ന ബോധം ചിലപ്പോ നീ മറന്നുപോകും. അള്ളാഹുവിന്റെ റസൂല് പറയാണ്, അയ്യുഹന്നാസ് ഇസ്മഉ മിന്നി ഉബയ്യിന ലക്കും ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ ഫീ മൗഖിഫി ഹാദാ. ഒരു സൂചന നൽകണം. ഇത് വലിയൊരു സംഘമാണ്. പക്ഷെ ഈ സംഗമത്തിൽ മനുഷ്യരെ എന്നിൽ നിന്ന് നിങ്ങൾ കേൾക്കണം. ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വിശദീകരിച്ചു തരും. പക്ഷേ ഓർക്കുക, ഈ വർഷത്തിന് ശേഷം ഇനി നമ്മൾ കണ്ടുമുട്ടിക്കൊള്ളണമെന്നില്ല. ഈ സ്ഥലത്ത് വെച്ച് ഒരുപക്ഷെ ഇനി നമ്മൾ കണ്ടുമുട്ടണം എന്നില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു വിടവാങ്ങൽ ഇങ്ങനെ കേൾക്കുകയാണ് സഹാബത്ത്. അവിടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അവസാനത്തെ സംബന്ധിച്ചുള്ള സൂചനകൾ ഇങ്ങനെ നൽകുന്നുണ്ട്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, യാ അയ്യുഹന്നാസ് ഖുദൂ അന്നി മനാസികകും ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അഹജ്ജ ബഅദ ആമി ഹാദാ. പ്രവാചകൻ ആ പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും ഒരു സ്ഥലത്ത് വെച്ച് ഓർമ്മിപ്പിച്ചു, എന്നിൽ നിന്ന് ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചല്ലോ, ഒരുപക്ഷെ ഇനി ഒരു അടുത്ത ഹജ്ജ് ഇനി നമ്മൾ തമ്മിൽ നിർവഹിക്കുമോ എന്നറിയില്ല. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ അവസാനത്തേക്ക് ഇങ്ങനെ ഓർമ്മപ്പെടുത്താൻ. അങ്ങനെ അത് കഴിഞ്ഞ് ആ സന്ദർഭത്തിന്റെ ഹജ്ജിന്റെ അവസാനത്തില് സൂറത്തുൽ നസ്ർ ഇറങ്ങാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സൂറത്തുൽ നസ്ർ ഇറങ്ങുന്നത് അൻസലത്ത് ഹാദിഹി സൂറ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് ഔസത അയ്യാമത്ത് തശ്രീഖ്. അയ്യാമത്ത് തശ്രീഖിന്റെ അവസാനത്തിലാണ് സൂറത്തുൽ നസ്ർ ഇറങ്ങുന്നത്. ഏകദേശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ദൗത്യം പൂർത്തീകരിക്കുകയാണ് എന്ന ബോധ്യത്തിലേക്ക് മനുഷ്യരെ ആ സഹാബത്തിനെ എത്തിച്ചു. ഇതെന്താ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്? എല്ലാവർക്കും അള്ളാഹു ഓരോ ദൗത്യം ഏൽപ്പിച്ചു. ആ ദൗത്യം നിർവഹിച്ചു കഴിഞ്ഞ് ഒരു എൻഡുണ്ട്. ആ എൻഡുണ്ട് എന്ന ബോധ്യം നമുക്ക് വേണം, നമുക്കുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഏൽപ്പിച്ച സംഗതി മറന്നുകൊണ്ട് ദുനിയാവ് ഓർത്തുകൊണ്ട് പോകുന്നുണ്ട് മനുഷ്യ, നീ ഓർക്കണം. കാരണം നീ ശാശ്വതനാണ്. ഇവിടെയെങ്കിൽ നിനക്ക് അതുമായി പോകാം. പക്ഷെ അല്ലല്ലോ, ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ തിരിച്ചു പോകേണ്ടവനാ നീ. തിരിച്ചു പോണവളൊക്കെ ആ സന്ദർഭത്തിൽ ചോദ്യമുണ്ട്. അതുകൊണ്ടാണ് റസൂല് പഠിച്ചോനെ ഇത് നിർവഹിച്ചു കഴിഞ്ഞ് അടുത്തത് നിർവഹിക്കുമെന്നറിയില്ല. അതുകൊണ്ട് റസൂല് പറഞ്ഞതാ, ഞാൻ ഈ കാര്യം നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലയോ? സഹാബത്തിനെ വിളിച്ചു ചോദിച്ചു. എല്ലാരും പറഞ്ഞു, നബിയേ പൂർണ്ണ എല്ലാം ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്. അല്ലാഹുവിനെ സാക്ഷി നിർത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അവസാനിപ്പിക്കുകയാണ്. എത്ര പേർക്ക്, നമ്മുടെ കൂട്ടത്തിൽ എത്ര പേർക്ക് അങ്ങനെ അൽഹംദുലില്ലാ എന്റെ ജീവിതത്തിൽ ഞാൻ എന്നോട് റബ്ബ് നിർവഹിക്കാൻ പറഞ്ഞത് ഏറെക്കുറെ എന്റെ ജീവിതത്തിലുണ്ട്. ഇനി ഏത് സന്ദർഭത്തിൽ പിരിഞ്ഞു പോവുകയാണെങ്കിലും അൽഹംദുലില്ലാ എനിക്ക് റബ്ബിന്റെ അടുക്കലേക്ക് എത്തുമ്പോ എന്റെ കയ്യിൽ എനിക്ക് ആവശ്യമായ പാതയുണ്ട് എന്ന് പറയാൻ എത്ര സഹോദരങ്ങൾക്ക്, എത്ര ആളുകൾക്ക് കഴിയും, സഹോദരിമാർക്ക് കഴിയും. നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതാണ്. രണ്ടാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രസംഗത്തിൽ പറഞ്ഞു, മനുഷ്യരെ നിങ്ങൾ ആദരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സകല മനുഷ്യരുടെയും ജീവനെ നിങ്ങൾ പവിത്രമാണ്. ആ ജീവനെ നിങ്ങൾ ആദരിക്കണം. ജാതി മത വർഗ വർണ്ണ വൈജാത്യങ്ങളില്ലാതെ മനുഷ്യരുടെ ധനവും രക്തവും അത് അഭിമാനവും പവിത്രമാണ് എന്ന് അവിടെ പഠിപ്പിച്ചു. അത് ആദം സന്തതികളെ നമ്മള് ആദരിച്ചിട്ടുണ്ട്. അള്ളാഹ് ആദരിച്ച ഒരു വർഗാണ്. അവിടെ പറഞ്ഞത് ആദരിച്ചത് മുസ്ലിമിനെ എന്നല്ല. ആദം, ആദമിൽ നിന്ന് പുറപ്പെട്ട എല്ലാ മനുഷ്യരും അള്ളാഹ് ആദരിച്ച. കരയിലും കടലിലും ഒക്കെ നാം അവരെ വഹിച്ചിട്ടുണ്ട്.
നല്ല ഭക്ഷണം നാം അവർക്ക് നൽകിയിട്ടുണ്ട്. വഫദ്ദൽനാഹും അലാ കതീരിൻ മിമ്മൻ ഖലഖനാ തഫ്സീലാ. അവരിൽ ചിലർ അല്ലാഹു ശ്രേഷ്ഠമാക്കിയിട്ടുണ്ട്, ചിലർക്ക് അല്ലാഹു ഖൈർ നൽകിയിട്ടുണ്ട്, ധാരാളം കൊടുത്തിട്ടുണ്ട്. അത് അല്ലാഹുവിന്റെ വേദനാധികാരം. ഇത് അല്ലാഹ് ചെയ്ത് തന്നിട്ടുള്ളതാണ്. അപ്പൊ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വിദാഹിൽ പ്രവാചകൻ പറഞ്ഞു, മനുഷ്യരെ നിങ്ങൾ ഏകോദര സഹോദരങ്ങളാണ്. മാത്രവുമല്ല നിങ്ങളുടെ ധനവും നിങ്ങളുടെ അഭിമാനവും ഒക്കെ പരസ്പരം നിങ്ങൾ ആദരിക്കേണ്ടതാണ്. ഘടകമായിട്ട് പറഞ്ഞു, വലിയ സംഗതി. കാരണം പ്രവാചകൻ പറയാ, ഇന്നി ശഅത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ഹജ്ജത്തുൽ വിദാഇ. ഇത് റിപ്പോർട്ട് ചെയ്ത സഹാബി പറയാ, ഞാൻ ഹജ്ജത്തുൽ വിദാഇൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷിയായി. വഹുവ യഖൂൽ, അദ്ദേഹം പറയാണ്, അയ്യ യൗമിൻ ഹാദാ, ഇത് ഏതാ ദിവസം? ഖാലന്നാസ് യൗമുൻ നഹർ, ഇത് അറബിന്റെ ദിവസമാണ്. അയ്യ ഷഹരിൻ ഹാദാ. അപ്പോ അവിടെയുള്ള പ്രസംഗത്തിന്റെ ശൈലി എങ്ങനെ? പ്രവാചകന് ഇത് സംസാരിക്കുമ്പോ ഈ ദിവസം ഏതാ എന്ന് പറയുമ്പോ ഒരു കുറച്ചപ്പുറത്തുള്ള ആൾക്കാർ വീണ്ടും ചോദിക്കും, ആ പ്രസംഗം വീണ്ടും പറയും, ഈ ദിവസം ഏതാ? അതിന്റെ അപ്പുറത്തുള്ളവർ പറയും. അങ്ങനാണ് പ്രവാചകൻ ആ പ്രസംഗം നിർത്തിയ പറഞ്ഞത്. കാരണം ഇത് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി. ആ ചോദ്യവും ഉത്തരവും ഒക്കെ കൊടുക്കുന്നു. ഈ മാസം ഏതാണ്? ഈ നാട് ഏതാണ്? ഇത് നല്ലൊരു നാടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രവാചകൻ പറഞ്ഞു, ഈ ദിവസം പോലെ, ഈ മാസം പോലെ, ഈ പവിത്രമായ നാട് പോലെ, كحرمة يومكم هذا في شهركم هذا في بلدكم هذا إلى يوم تلقونه. നിങ്ങളെല്ലാവരും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ ഈ നാടിന്റെ പവിത്രത പോലെ, ഈ മാസത്തിന്റെ പവിത്രത പോലെ, ഈ ദിനത്തിന്റെ പവിത്രത പോലെ നിങ്ങൾ പരസ്പരം നിങ്ങളുടെ ധനവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ രക്തവും നിങ്ങളുടെ അഭിമാനവും എല്ലാവർക്കും പവിത്രമാണ്. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷതപ്പെടുത്താൻ പാടില്ല. നോക്കി, ഇത് അന്ന് അള്ളാഹുവിന്റെ റസൂല് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോകത്ത് ഇന്നും വർണ്ണ വിവേചനം നടക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ഉദ്യോഗ തലത്തിലുള്ള ഒരു വലിയ ഉന്നത പോസ്റ്റിലിരിക്കുന്ന ഒരാളുടെ ജാതി, ആ ജാതി അല്പം ചെറുതായത് കൊണ്ടാണ് ഒരിക്കൽ ആക്ഷേപം ഉണ്ടായിട്ട് വലിയ നടപടി എടുക്കേണ്ടി വന്നത്. ഓക്കെ, എത്രമേൽ പഠിച്ച് ആ പഠനം എന്ന് പറയുന്നത് സിവിൽ സർവീസ് പോലെയുള്ള വലിയ പരീക്ഷ എഴുതി വന്ന ആളുകൾക്കിടയിൽ വരെ ജാതി വിവേചനമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. വലിയ വികസിത രാജ്യം എന്ന് പറയുന്ന അമേരിക്ക പോലെയുള്ള നാടുകളിൽ വെളുത്തവനും കറുത്തവനായി എന്നതിന്റെ പേരിൽ അവന് അടിച്ചമർത്തപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്ത ഈ കാലഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, വർണ്ണം വർഗം ഒന്നും ഇവിടെ പ്രസക്തല്ല, നിങ്ങളൊക്കെ മനുഷ്യരാണ്. മനുഷ്യന്റെ രക്തവും അവന്റെ അഭിമാനവും അവന്റെ പണവും അതൊക്കെ പവിത്രമാണ്. ഒക്കെ പണം അപഹരിക്കുക, കവർന്നെടുക്കുക, വഞ്ചിച്ചെടുക്കുക, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും മുസ്ലിമിന് പാടില്ല. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ലോകത്തിന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത ഈ ഒരു സംഗതി ഇന്നും ലോകം അത്ഭുതത്തോടു കൂടിയാണ് കാണുന്നത്. കാരണം ഇന്ന് ദക്ഷിണാഫ്രിക്കയിലെ കറുത്തവരും വെളുത്തവരും തമ്മിലുള്ള വിവേചനം, നാസി ജർമ്മനിയിലെ ആര്യന്മാരും ജൂതന്മാരുമുള്ള സംഘർഷം, ഇന്ത്യയിലെ സവർണരും അവർണരും തമ്മിലുള്ള വേർതിരിവ്, ഇതൊക്കെ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വർണ്ണവറിയുടെയും വംശവറിയുടെയും ഒക്കെ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന ഈ കാലഘട്ടത്തിലാണ് 14 നൂറ്റാണ്ട് മുമ്പ് മനുഷ്യരെ അതിന്റെ അടിസ്ഥാനത്തിലൊന്നല്ല മനുഷ്യരെ വേർതിരിക്കേണ്ടത്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. മനുഷ്യരെ നിങ്ങൾ ഒരാളിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുറൂബൻ വ ഖബാഇല ലിതആറഫു. നിങ്ങളിങ്ങനെ ഗോത്രങ്ങളും വർഗങ്ങളും ഒക്കെ ആക്കി മാറ്റിയത് ഇന്ത്യക്കാരൻ, പാകിസ്ഥാനുകാരൻ, അമേരിക്കക്കാരൻ, ജർമ്മനിക്കാരൻ, അല്ലെങ്കിൽ ബിലാശ്ശേരിക്കാരൻ, ഇങ്ങനെ ഓരോ പേരിലേക്ക് മാറ്റിയതെന്തിനാ? ലിതആറഫു. നിങ്ങൾ പരസ്പരം തിരിച്ചറിയാനാ. നിങ്ങൾക്കൊരു കുടുംബത്തിന് അഡ്രസ് ഉണ്ടാക്കിയതെന്തിനാ?
നിങ്ങൾ ഇന്ന വീട്ടുകാരൻ, ഇന്ന വീട്ടുകാരൻ, ഇന്ന നിറവാട്ടുകാരൻ എന്നൊക്കെ ആക്കി മാറ്റിയത് നിങ്ങളുടെ നിറത്തിന്റെ പേരിലല്ല, നിങ്ങളുടെ ഏതെങ്കിലും കോലത്തിന്റെ പേരിലല്ല, ഇന്ന തറവാടിത്തത്തിന്റെ പേരിലല്ല. ലിതഅറഫൂ, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ ഒരു അഡ്രസ് ഉണ്ടാകാൻ വേണ്ടി മാത്രം. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അല്ലാഹുവിന്റെ റസൂൽ ലോകത്തെ കേൾപ്പിക്കുന്നു. ഈ ഒരു വചനമാണ് ഖത്തറിൽ കഴിഞ്ഞ വേൾഡ് കപ്പില് ഈ വചനം ലോകത്ത് കേൾപ്പിച്ചപ്പോ അത്ഭുതപ്പെട്ടു പോയി ആൾക്കാർ. അവിടെ അത്ഭുതപ്പെട്ടു പോയി. അന്ന് ഒരു പിന്നെ ശാരീരികമായി വൈകല്യമുള്ള ഒരു സഹോദരനെ നിർത്തിയിട്ട് ഖത്തർ ചെയ്ത ആ ഒരു പ്രവൃത്തി ലോകത്തിന് അത്ഭുതം. ഇങ്ങനെയുണ്ടോ? ഈ ആയത്ത് കേട്ടപ്പോ ഈ വിശുദ്ധ ഖുർആന്റെ ഈ വചനം കേൾക്കാത്ത ആളുകൾ, അതിനെക്കുറിച്ച് ആലോചിക്കാത്ത ആളുകൾ, അവർക്ക് അത്ഭുതത്തോടു കൂടി കേൾക്കാനേ കഴിയും. നമുക്കിതറിയാം. അതുകൊണ്ടാ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കാണിച്ചെന്ന വഴി ആ നാട്ടിലെ ഏറ്റവും വലിയ ആദരണീയൻ, ആ നാട്ടിലെ ആ സാമ്പത്തികമായി ഉന്നത നിലവാരം പുലർത്തുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞ് അല്പം വൈകി വന്നാൽ നിൽക്കേണ്ടത് അബൂബക്കർ വാങ്ങിയിട്ടുള്ള അടിമയായ ബിലാലിന്റെ പിന്നിലാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തല കൊണ്ടുപോയി വെക്കുന്നത് മുന്നിലെ സ്റ്റെപ്പിൽ ബിലാലാണ് നിൽക്കുന്നതെങ്കിൽ ബിലാലിന്റെ കാലിന്റെ അടിയിലാണ്. ഞാനല്ല ഇവിടുത്തെ വലിയ ആള്, അതുകൊണ്ട് ഒന്നാമത്തെ ഞാൻ നിൽക്കണ്ടേ, മാറിക്ക് ഇല്ല. ബിലാലിനെയും അബൂബക്കറിനെയും സൽമാനുൽ ഫാരിസിയെയും അബൂദറുൽ ഗിഫാറിനെയും എല്ലാം ഒരേ സ്റ്റെപ്പിൽ നിർത്തിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളെല്ലാവരും ഏകോദര സഹോദരങ്ങളാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു കൊടുത്തു. അതാ നമ്മള് ലോകത്തിന് ഇസ്ലാം മുസ്ലിം കാണിച്ചു കൊടുക്കുന്നത്. അതാ റസൂല് അവിടെ പറഞ്ഞു കൊടുത്തത്. മൂന്നാമതായി ജാഹിലിയത്തിലെ എല്ലാ തിന്മകളും നിങ്ങൾ ഒഴിവാക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഉണർത്താൻ. ആ ജാഹിലിയ കാലത്ത് നടന്ന ഒരുപാട് പ്രതികാര നടപടികളുണ്ട്. ആ പ്രതികാര നടപടികളൊക്കെ അള്ളാഹുവിന്റെ റസൂല് പറയാണ്, فإن كل دم كان في الجاهلية موضوع فإن أول دماؤكم أعظم دم ابن ربيعة بن حارث بن عبد المطلب كان مسترضعا في بني ليث فقتله هذيل وهو أول ما أبدأ به من دماء الجاهلية. അന്നത്തെ ജാഹിലിയത്തിലെ ഇബ്നു റബീഅ അൽ-ലൈസ് ഗോത്രത്തിൽപ്പെട്ട ആ ആള് അദ്ദേഹവുമായി ഉണ്ടായിരുന്ന ഒരു പക, ഇതാ ആ പകയുടെ എല്ലാ ഗോത്ര പകയുടെയും എല്ലാം എന്റെ കാലിന്റെ അടിയിൽ ഞാനിതാ എല്ലാം അടിച്ചമർത്തി. അങ്ങനെ ഒരു സംഗതിയല്ല, ആരും അങ്ങോട്ടും ഇനി പക വിദ്വേഷം വെറുപ്പില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന പല തരത്തിലുള്ള സംഗതികളെയും അള്ളാഹുവിന്റെ റസൂല് ഒഴിവാക്കി. അങ്ങനെ ഒരു പ്രശ്നമായിരിക്കും. ഓരോ ഗോത്രക്കാരും ആ ഗോത്രങ്ങൾ തമ്മിലുള്ള പകവുട്ടലുകളാണ്. വർഷങ്ങളോ യുദ്ധം 40 വർഷം, ബക്കർ താലബ് യുദ്ധം 40 വർഷം, അങ്ങനെ യുദ്ധം നടത്തിയ ചെറിയ കാര്യത്തിന് വേണ്ടിയൊക്കെ യുദ്ധം നടത്തിയ അവരെ ആ എല്ലാം അള്ളാഹുവിന്റെ റസൂല് മാനസികമായി പരിവർത്തിപ്പിച്ചെത്തി അവസാനം റസൂല് പറഞ്ഞ് എല്ലാം ഒഴിവാക്കി. ജാഹിലിയത്തിലെ എല്ലാ പകവുട്ടലുകളൊക്കെ ഒഴിവാക്കി. അതുപോലെ പലിശ സംബന്ധമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ് ആ പലിശയുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളും നിർത്തലാക്കി. അതുകൊണ്ട് നിങ്ങൾ പലിശയുമായി ബന്ധപ്പെടുന്ന ഒരു സംഗതിയും വേണ്ട. പലിശ എന്ന് പറഞ്ഞത് ആ പലിശ നിങ്ങൾക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവും, സദഖ നിങ്ങൾക്ക് വർധനവുണ്ടാകും എന്ന് അവരെ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഈ ആ 7 മൺപാപങ്ങളിലേക്ക് പലിശയുടെ ഇനത്തെ മാറ്റി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ പലിശ തിന്നുന്നത് അത് സബഉൽ മുബിഖാത്തിൽ വൻപാപങ്ങളിൽപ്പെട്ടതായി മാറും. അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു. നാലാമതായി എല്ലാ ആളുകളെയും മുഅ്മിനീങ്ങൾ എല്ലാവരും പരസ്പരം മുഅ്മിനീങ്ങൾ എന്ന നിലയ്ക്ക് നിങ്ങൾ ഒരു ഏകോദര സഹോദരങ്ങളായി കഴിയണം. പ്രത്യേകിച്ച് മുഅ്മിനീൻ, മനുഷ്യരെല്ലാവരും ഒന്നാണ്. പക്ഷെ മുഅ്മിനീങ്ങളെ നിങ്ങളെല്ലാവരും ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫലാ യഹില്ലു ലിംറിഇൻ മാലു അഖീഹി ഇല്ലാ മാ അഅതാഹു അൻ തയ്യിബിൻ നഫ്സി മിൻഹു ഫലാ തുദ്ലിമു അൻഫുസഹും. ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് അയ്യുഹന്നാസ്, അന്നത്തെ ആ മനുഷ്യരെ വിളിച്ചുകൊണ്ട് പറയാണ് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. മുഅ്മിനീങ്ങൾ പരസ്പരം സഹോദരങ്ങൾ. നമ്മളെ അല്ലാഹുവിന്റെ കയറിൽ പിടിക്കുന്ന ഹബ്ലുല്ലാഹ്,
നമ്മൾ അള്ളാഹുവിന്റെ കയ്യിൽ പിടിച്ച ആളുകളാണ്. ഖുർആനാണ് നമ്മുടെ ദസ്തൂർ, നമ്മുടെ ഭരണഘടന. അതുകൊണ്ട് ആ ഖുർആൻ അംഗീകരിക്കുന്ന കിബില ഒന്നായി കരുതുന്ന മക്കയിലുള്ള കഅബാലയത്തിലെ കിബില ആയി കഴിയുന്ന നമ്മളെല്ലാവരും മുഅ്മിനീങ്ങളെ, നിങ്ങളെല്ലാവരും ഏകോദര സഹോദരങ്ങളാണ്. അതുകൊണ്ട് ഫലാ യഹില്ലു ലിഇംറിഇൻ മാലു അഖീഹി ഇല്ലാ മാ അഅതാഉ അൻ തീബിൻ നഫ്സി മിൻഹു. ഒരാളെ തൃപ്തിയോടുകൂടിയല്ലാതെ മറ്റൊരുത്തന്റെ പണം നിങ്ങൾ എടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് അനുവദനീയമല്ല ഒരാളുടെ ധനം, നിങ്ങളുടെ സഹോദരന്റെ ആ ധനം, അത് അവൻ നൽകിയിട്ടല്ലാതെ, എങ്ങനെ നിറഞ്ഞ സംതൃപ്തിയോടുകൂടി അവൻ നൽകിയാലല്ലാതെ നിങ്ങൾ എടുക്കാൻ പാടില്ല. അതുപോലെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാനും പാടില്ല. ഇത് അള്ളാഹുവിന്റെ റസൂല് ഉണർത്തുക. അതുകൊണ്ടാണ് മുഹാജിറുകളെയും അൻസാരികളെയും അള്ളാഹുവിന്റെ റസൂല് ഒന്നാക്കിയത്. അവിടേക്ക് കൊണ്ടുവന്ന ആളുകൾ അവരാരാ? മക്കയിൽ നിന്ന് പുറപ്പെട്ട് മദീനയിലെത്തിയ മുഹാജിറുകൾ. ആ മുഹാജിറുകൾ സ്വീകരിച്ച അൻസാരികൾ എത്ര കാലം അവര് ഭിന്നിച്ചു നിന്ന ആളുകളും അവർ അള്ളാഹുവിന്റെ റസൂല് ഒന്നാക്കിയിട്ടാണ് അള്ളാഹുവിന്റെ റസൂല് ആ അവസാനത്തെ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി അവിടേക്ക് കടന്നു വന്നത്. അപ്പോ ഈ ഒരു ബോധ്യം നമുക്ക് വേണം. ഞാൻ പണ്ട് മൂപ്പരോട് എനിക്ക് പണ്ട് ദേഷ്യം ഉണ്ടായിരുന്നു, ആ ദേഷ്യം എങ്ങനെ ഞാൻ ഒഴിവാക്കുക എന്ന് പറഞ്ഞ് അയൽപക്കത്തിന്റെ പ്രശ്നത്തിന്റെ പേരിൽ തെറ്റി നിൽക്കുന്ന, അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിൽ തെറ്റി നിൽക്കുന്ന അവസ്ഥ ഒരു മുസ്ലിമിന് ഉണ്ടാകാൻ പാടില്ല. എന്തിന്റെ പേരിലാണെങ്കിലും വിട്ടുവീഴ്ച ചെയ്ത് സാഹോദര്യത്തോടു കൂടി പോകാൻ ഈ അറഫ നമ്മളെ ബോധ്യപ്പെടുത്താൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയിൽ നടത്തിയ പ്രസംഗത്തിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. മറ്റൊന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയതാണ്. സ്ത്രീകളെ ഏറ്റവും ഇപ്പോ വർത്തമാന കാലഘട്ടത്തിൽ നമുക്കറിയാം, സ്ത്രീകൾ കൂടുതൽ ഓരോ പ്രശ്നങ്ങൾ നേരിടുന്ന കാലം. എത്ര വലിയ നിയമങ്ങളും അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയും ഒരുപാട് നിയമങ്ങൾ ഇന്നുണ്ട്. എന്നാലും നമ്മൾ ഓരോ ദിവസവും വായിക്കുന്നത് ഓരോ പീഡന കഥകളെ കുറിച്ച്, കൊലപാതകങ്ങളെ കുറിച്ച് ഒക്കെ നമ്മൾ കേൾക്കുകയാണ്. അവിടെയാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആ സ്ത്രീയുടെ അഭിമാനത്തെയും അവരുടെ ആ സ്ത്രീത്വത്തെയും ആ മാതൃത്വത്തെയും ഏറ്റവും ആദരിക്കുന്ന മതമാണ് ഇസ്ലാം. അവളോട് മോശമായി പെരുമാറാൻ എവിടെ വരെ? വാക്കിന് വരെ. നീ അവളോട് പറയേണ്ടത് ഖൗലൻ മഅറൂഫാ, മാന്യമായ വർത്തമാനേ പറയാം. പിന്നെ അങ്ങോട്ട് വേറുള്ള പിന്നെ പറയേണ്ടതില്ലല്ലോ. വർത്തമാനത്തിൽ വരെ അവളോട് ഒന്ന് കയർത്തുകൊണ്ട് സംസാരിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ലോകത്തിന് മാതൃകയാണ്. ഇത് സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി പല നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടും ആ നിയമങ്ങൾക്കൊന്നും ഒരു എന്താ പറയാ അത്രമാത്രം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കഴിയാത്തവണ്ണം അത്രമേൽ സ്ത്രീകൾ ഗാർഹികമായും പൊതുസ്ഥലത്തും പീഡിപ്പിക്കപ്പെടുന്ന, പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് അവരുടെ വേഷത്തിലും അവരുടെ രൂപത്തിലും അവർക്ക് വേണ്ട എല്ലാ സുരക്ഷിതത്വം ഒരുക്കാൻ പറ്റിയ നിയമങ്ങൾ ഇസ്ലാം അവർക്ക് നൽകിയിരിക്കുന്നത്. അപ്പൊ ആ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾ അവരെ നമ്മൾ ആദരിക്കണം, അവരുടെ മാന്യമായി പെരുമാറണം. അവരുടെ മോശമായ വല്ലതുണ്ടായി കഴിഞ്ഞാൽ മാന്യമായി അവരെ തിരുത്താനുള്ള നടപടികൾ ഉണ്ടാകണം. അല്ലാതെ വിട്ട് കൊടുക്കുക എന്ന രൂപത്തിലല്ല. അത് സ്ത്രീ സഹജമായ ദൗർബല്യങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിലും അവരോട് മാന്യമായി പെരുമാറി ഇനി പിരിയുകയാണെങ്കിൽ പോലും അവിടെയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം എത്ര നല്ല രൂപത്തിലാണ് പിരിയാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയത്. ആ നിലക്ക് ഇസ്ലാമിക അധ്യാപനങ്ങളെ കാണാനും ഈ സന്ദർഭത്തിൽ നമുക്ക് കഴിയണം. അവസാനമായി അതിൽ കാണാൻ കഴിയുന്നത് ഇസ്ലാമിക പ്രബോധനമാണ്. ഇവിടെ ഹാജറുള്ളവൻ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ അതും നമുക്കൊരു ബാധ്യതയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഏൽപ്പിച്ചത് ഒരു സമൂഹത്തിനാണ്. കാരണം അത്തരം സമൂഹം മാത്രമേ വിജയിക്കും. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞു, വൽതകും മിൻകും ഉമ്മ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അത്തരം ആളുകളാണ് വിജയിക്കുക.
ആ വിജയിക്കാനുള്ള ആളുകൾ അന്ന് അവർ ഏറ്റെടുത്ത ദൗത്യം ഏറ്റെടുത്തത് കൊണ്ടാണ് നമ്മളെ പോലെയുള്ള ആളുകൾക്കൊക്കെ ഈ ദീനിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മുടെ മേലും ഒരു ബാധ്യതയുണ്ട്. ഈ അറഫയുടെ ദിനവുമൊക്കെ ഓർക്കുന്ന ഈ സന്ദർഭത്തില്, ഹജ്ജ് കടന്നു വരുന്ന ഈ സന്ദർഭത്തില് പ്രവാചകന്റെ ഈ ഒരു പ്രസംഗം അന്ന് ഏൽപ്പിച്ചതാണ്. ഞാനും ഏറ്റെടുത്തിട്ടുണ്ടല്ലോ, അതിന്റെ ഒരു ഭാഗം ഞാൻ എന്ത് നിർവഹിക്കുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും വിലയിരുത്തേണ്ടതാണ്. അങ്ങനെ കൃത്യമായി പ്രവാചകന്റെ അധ്യാപനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഊസിക്കും സാനിയം ബിത്തഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, അഥവാ വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മള് ബലിപെരുന്നാൾ ഇൻഷാ അല്ലാഹ് 28-ാം തീയതിയാണ് എല്ലാവരും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, ഇവിടെ നമ്മുടെ പള്ളിയിൽ ഏഴരക്കാണ് നമ്മുടെ നമസ്കാരം നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ സുന്നത്തുകളെല്ലാം നമ്മൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുളിച്ച് ശുദ്ധിയായി, പെരുന്നാളിന്റെ ഒരു കുളി എന്ന നിലയ്ക്ക് ആ നിയ്യത്തോടു കൂടി കുളിച്ച് ശുദ്ധിയായി വരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിനും ഈദ്ഗാഹിലേക്കും പുറപ്പെടുന്നതിന് മുൻപ് കുളിക്കാറുണ്ടായിരുന്നു എന്ന് പ്രവാചകനിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ കഴിയും. കുളിച്ച് വൃത്തിയായതിനു ശേഷം നല്ല വസ്ത്രം, പുതിയ വസ്ത്രം ധരിക്കുന്നത് സുന്നത്താണ്. സുഗന്ധം പൂശുന്നത് സുന്നത്താണ്. അങ്ങനെ സുഗന്ധം പൂശി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചതുപോലെ നല്ല വസ്ത്രം ധരിച്ച് പള്ളിയിലേക്ക്, ഈദ്ഗാഹിലേക്ക് പുറപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അതുപോലെ ബലിപെരുന്നാളിന്റെ അന്ന് ഭക്ഷണം കഴിക്കാതെയാണ് പ്രവാചകൻ ഈദ്ഗാഹിലേക്ക് വന്നത്. ചെറിയ പെരുന്നാളിന് ഭക്ഷണം കഴിച്ചിട്ടാണ്, കാരണം നോമ്പ് നോറ്റ് ക്ഷീണിച്ച ആളുകൾ, അതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ടാണ് ചെറിയ പെരുന്നാളിന് പ്രവാചകൻ ഈദ്ഗാഹിലേക്ക് വന്നത്. എന്നാൽ ബലിപെരുന്നാളിന്റെ ദിവസം ഒരു ത്യാഗം, ആ ത്യാഗം കൂടി ഓർക്കാൻ രാവിലെ ഭക്ഷണം കഴിക്കാതെ, വലിയ ഭക്ഷണം കഴിക്കാതെ നമ്മൾ ഈദ്ഗാഹിലേക്ക് വന്ന് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കുക എന്നതാണ്. നാലാമതായി തക്ബീർ കൊണ്ട്, തക്ബീർ ചൊല്ലി നമ്മൾ എന്ത് ചെയ്യണം, പള്ളിയിലേക്കും ബലിപെരുന്നാളിന്റെ അന്ന് രാവിലെ മുതൽ നമ്മൾ തക്ബീർ ചൊല്ലിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പള്ളിയിലേക്ക് പോകണം. അയ്യാമത്തെ തശ്രീഖിന്റെ അവസാനം വരെ തക്ബീർ ചെല്ലാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. വലിതുഖബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. നമുക്ക് ഹിദായത്തിന്റെ വെളിച്ചം നൽകി അള്ളാഹുവിന് ധാരാളമായി തക്ബീർ ചെല്ലേണ്ട സന്ദർഭങ്ങളാണ് ആ ബലിപെരുന്നാളിന്റെ ദിനങ്ങൾ അത്രയും എന്ന് ഓർക്കുക. അതുപോലെ പ്രവാചകന്റെ ഒരു സുന്നത്താണ് ഒരു വഴിയിലൂടെ നടന്നുപോയി മറ്റൊരു വഴിയിലൂടെ തിരിച്ചു വരിക എന്നത്. അത് പലപ്പോഴും നമുക്കറിയാം, കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും പെരുന്നാളെന്ന് കൂടുതൽ ആളുകളെ അറിയാനൊക്കെ ഉള്ള ഒരു മാർഗം കൂടിയാണ് ഇത്. നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് എന്ന നിയത്തിലായിരിക്കണം. ആ കാര്യവും നമ്മൾ പ്രത്യേകം ഓർക്കുക. പിന്നെ നേരത്തെ തന്നെ മുസല്ലയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ പരസ്പരം ഒരാളോടും തെറ്റി നിൽക്കാതെ പരസ്പരം സ്നേഹിക്കുന്ന, എല്ലാവരും കണ്ടാൽ സലാം പറയുന്ന, ആരോടും തെറ്റി നിൽക്കാത്ത മുസ്ലിം സഹോദരങ്ങളെ മുഴുവൻ ചെന്ന് കാണാനും സലാം പറയാനും ആശ്ലേഷിക്കുവാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തുക. അങ്ങനെ ഏറ്റവും നല്ല ഒരു പെരുന്നാളാക്കി മാറ്റുക. അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കുക. അതുപോലെ അറഫ ദിനത്തിലെ നോമ്പ് നമുക്കറിയാം. പ്രവാചകൻ പറഞ്ഞു, സിയാമു യൗമി അറഫ ഇന്നി അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത്തല്ലതി ഖബലഹു വസനത്തല്ലതി ബഅദഹു. ഒരു ഈ അറഫ ദിവസത്തിലെ നോമ്പ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കണക്കാക്കുന്നത് നിങ്ങളുടെ പാപങ്ങൾ, നിങ്ങൾ മുൻപ് ചെയ്തു പോയ, ഒരു വർഷം ചെയ്തു പോയ പാപങ്ങൾ മുഴുവൻ അള്ളാഹു പുറത്തുതരും. നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപം അള്ളാഹു പുറത്തുതരുന്നു. അപ്പം അത്രമാത്രം പാപങ്ങൾ പൊറുക്കപ്പെടാൻ മാത്രം പ്രാപ്തിയുള്ള ഒരു നോമ്പാണ് അറഫ നോമ്പ്. അത് അറഫ നോമ്പ് നമ്മൾ നോക്കാൻ വേണ്ടി നമ്മൾ പരമാവധി ശ്രമിക്കുക. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളും ആ പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനങ്ങളും ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും കൊണ്ടു നടക്കാൻ വേണ്ടി പരിശ്രമിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ദുൽഹജ്ജ് 1 മുതൽ ആ ബലി അറക്കുന്ന ദിവസം വരെ ഏറ്റവും
ശ്രേഷ്ഠമായത്. എന്തൊക്കെ ദിക്റുകൾ ചെല്ലാൻ പറ്റുമോ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ദിക്റല്ല, പള്ളിയിൽ നിന്ന് ഇറങ്ങിയാലും അങ്ങാടി നിൽക്കുന്ന സമയത്തൊക്കെ ദിക്റ് ചെല്ലേണ്ട ഏറ്റവും നല്ല ദിനങ്ങളാണ് ഈ 10 ദിനങ്ങൾ എന്നതുകൂടി നമ്മൾ ഓർക്കണം. അല്ലാതെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വെറുതെ സമയം കളയുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാവാൻ പാടില്ല. നമ്മൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ത്രീകളും കുട്ടികളും ഒക്കെ ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ ഓർക്കുന്ന ഭയപ്പെടുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവെ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്. അല്ലാഹുവെ അവർക്കെല്ലാം നീ ആശ്വാസം നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവെ മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരിമാർ അല്ലാഹുവെ അവർക്കെല്ലാം നീ ശിഫയെ പ്രദാനം ചെയ്യണം റഹ്മാനെ. നമ്മുടെ ഒരു സഹോദരൻ മുഹമ്മദ് സിനാൻ എന്ന് പറഞ്ഞ ഒരു സഹോദരൻ നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കും, വാട്സപ്പിലൂടെ ഒക്കെ വന്നിരിക്കും. നമ്മുടെ പുഴിക്കോത്ത് ആരാമ്പ്ര ഭാഗത്ത് നമ്മുടെ ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന്റെ മജ്ജ മാറ്റിവെക്കുകയാണ്. ക്യാൻസർ രോഗം ബാധിച്ച് പ്രയാസപ്പെട്ട് കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ മജ്ജ മാറ്റിവെക്കാനുള്ള ഒരു ശ്രമം നാട്ടുകാരൊക്കെ സഹായത്തോടുകൂടി നടക്കുന്നുണ്ട്. നമ്മളോടൊക്കെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റഹ്മാനായ നാഥ, റഹീമായ നാഥ, ഗഫൂറായ നാഥ, ആ സഹോദരന് എല്ലാ നിരക്കുമുള്ള ശിഫയെ പ്രദാനം ചെയ്യണ റഹ്മാനെ. ഒരുപാട് പ്രയാസങ്ങളുണ്ട്. രോഗം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു രോഗം മതി, എത്ര വലിയ ആളുടെയും ഏറ്റവും ചെറുതാക്കാൻ ഒരു രോഗം മതി. അതിലൊരു മാരകമായ രോഗം കൂടി ആകുമ്പോ നമ്മൾ ഊഹിക്കേണ്ടതില്ല, അത്രമാത്രം പ്രയാസമാണ്. രോഗത്തിന്റെ വേദന ഒരു ഭാഗത്ത്, സാമ്പത്തികമായ ചെലവ് ഒരു ഭാഗത്ത്. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം സഹായിക്കാൻ കഴിയുന്ന ആളുകൾ ആ സഹോദരനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ സഹായത്തിന്റെ ഫണ്ട് ഇതിലേക്ക് ആത്മാർത്ഥമായി സഹായിക്കുകയും ചെയ്യുക. അള്ളാഹുവേ, ആ സഹോദരന് എത്രയും പെട്ടെന്ന് ആ രോഗങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കാനുള്ള തൗഫീഖിനെ നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അതുപോലെ നമ്മുടെ സഹോദരന്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സഹോദരൻ, അതിന്റെ ക്രിയാറ്റിന്റെ അളവൊന്ന് കൂടിയിട്ട് ഡയാലിസിസിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അള്ളാഹുവേ, നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന, നമ്മോടൊപ്പം എല്ലാ സമയത്തും ദഅവാ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ആ സഹോദരന്റെ രോഗത്തെ നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. ആ രോഗത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് മുക്തി നൽകി ആശ്വാസം നൽകി ദീനി ദഅവാ രംഗത്ത് പ്രവർത്തിക്കാനുള്ള തൗഫീഖിനെ നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവേ, നമ്മുടെ കൂട്ടത്തിലും ഒരുപാട് സഹോദരികൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞവരുണ്ട്. അള്ളാഹുവേ, നിനക്കറിയാം അവരുടെ രോഗത്തിന്റെ ആ ആഴവും അതിന്റെ അളവും ഒക്കെ നിനക്കറിയാം. അള്ളാഹുവേ, നീ രോഗം മാറ്റുന്നവനാണ്. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് പറഞ്ഞ സഹോദരികൾ അള്ളാഹുവേ, അവർക്കെല്ലാം നീ ശിഫയെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അവരുടെ രോഗത്തെ നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അവരുടെ കുടുംബത്തിന് സന്തോഷവും ഖൈറും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഒരുപാട് സഹോദരങ്ങൾ സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരുണ്ട്. അള്ളാഹുവേ, അവർക്ക് നീ ഐശ്വര്യം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളിലൂടെ, ഞങ്ങളുടെ ഭാര്യമാരിലൂടെ, ഞങ്ങളുടെ ഭർത്താക്കന്മാരിലൂടെ, ഞങ്ങളുടെ കൂട്ടുകുടുംബാംഗങ്ങളിലൂടെ, ആദർശ ബന്ധുക്കളിലൂടെ എല്ലാം ഞങ്ങൾക്ക് നീ കൺകുളിർമ വർഷിപ്പിച്ച് അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കച്ചവടത്തിൽ, ഞങ്ങളുടെ ബിസിനസ്സിൽ, ഞങ്ങളുടെ ഏർപ്പാടുകളിൽ, ഞങ്ങളുടെ തൊഴിലിൽ എല്ലാത്തിലും അള്ളാഹുവേ ബർക്കത്തിനെ, റഹ്മത്തിനെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവേ, എല്ലാ നിലക്കുമുള്ള ഖൈറും ബർക്കത്തും ഞങ്ങൾക്കെല്ലാം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരുപാട് സഹോദരങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞു. റഹ്മാനായ നാഥ, നീയാണ് ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്നവൻ. അള്ളാഹുവേ, എല്ലാവരുടെയും നല്ല ആഗ്രഹങ്ങളെ നീ പൂർത്തീകരിച്ച് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരുപാട് കുട്ടികൾ പരീക്ഷയ്ക്ക് വേണ്ടി ഇരിക്കുന്നുണ്ട്. പരീക്ഷ എഴുതുകയും വിജയിക്കുകയും ഒക്കെ ചെയ്യുക എന്നത് അള്ളാഹുവേ നിന്റെ തൗഫീഖാണ്. അള്ളാഹുവേ, ഏറ്റവും നല്ല രൂപത്തിൽ ആ പരീക്ഷകൾ എഴുതാനും നല്ല മാർക്ക് വാങ്ങാനുമുള്ള തൗഫീഖിനെ നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أستغفر الله لي ولكم. أستغفر الله الرحيم.